ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് കഷ്ടത. കഷ്ടതയില്ലെങ്കിൽ കിരീടമില്ല, കഷ്ടതയില്ലെങ്കിൽ ദൈവരാജ്യമില്ല. പത്രോസിൻ്റെ വാക്യം ഒന്നുകൂടി പ്രസക്തമാണ്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആ മാതൃക നമ്മൾ പിൻപറ്റുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ നടുവിൽ നിരാശപ്പെട്ടു പോകാതെ ഈ കഷ്ടതയിലൂടെ തികഞ്ഞു വരുവാൻ കൃപ തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓക്കെ, അടുത്ത ഭാഗം 5-ാം വാക്യം വായിച്ചോട്ടെ. 5-ാം വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അപ്പോൾ ഈ 3-ാം വാക്യത്തിൽ പ്രത്യാശ പറഞ്ഞു വെച്ചിട്ട് രണ്ടാമത്തെ സെക്ഷനായ 5-ാം വാക്യത്തിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഭംഗം വരാത്തൊരു പ്രത്യാശ. അനേകരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നുകൊണ്ടിരിക്കുക. അനേകർ പ്രത്യാശിച്ച പ്രത്യാശകളെല്ലാം ഇരുളടഞ്ഞ അവസ്ഥയിലേക്ക് ആയിത്തീർന്നു. നമ്മുടെ പ്രത്യാശ കർത്താവ് വരുമെന്നാണ്, നമ്മളെ ചേർക്കുമെന്നാണ്, ദൈവരാജ്യത്തിൽ പോകാമെന്നാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ സ്വർഗരാജ്യത്തിൽ ചെന്ന് കർത്താവിൻ്റെ മുഖം കണ്ട് അവരെ ആരാധിക്കാമെന്നാണ്. ആ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. പ്രത്യാശ എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം. പ്രത്യാശയില്ലാത്ത ദൈവമക്കളല്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, 90% അതിൽ കൂടുതലേ ഉള്ളൂ ഇന്നത്തെ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹം പ്രത്യാശയില്ലാത്തവരാണ്. ഞാനതിന് അവരെ കുറ്റപ്പെടുത്തത്തില്ല. ഈ പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞ് അവരുടെ പ്രത്യാശാ നിർഭരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ശുശ്രൂഷകന്മാർക്ക് അവരെ വചനം കൊണ്ട് പ്രബോധിപ്പിച്ച് ആ അനുഭവത്തിലേക്ക് നടത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്നാണ് ഞാൻ പറയുന്നത്. ഈ പാസ്റ്റർമാരോട് എന്നോടുള്ള കലിപ്പ് ഇതാക്കിയാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയുന്നു. എന്നോട് കലിപ്പെടുത്തിട്ട് ഒരു കഥയില്ല. ഞാൻ വചനം പ്രസംഗിച്ച് മരിക്കാൻ ഇറങ്ങി തിരിച്ചവനാണ്. ഞാൻ സത്യവചനം പറഞ്ഞ് സത്യോപദേശം പറഞ്ഞ് സ്തോത്രം എന്തിനേയും അഭിമുഖീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാധു മനുഷ്യനാണ്. അതുകൊണ്ട് എന്നോട് പരിഭവം കാണിക്കേണ്ട. നിങ്ങളുടെ വിശ്വാസികളെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ ആത്മീകരാക്കി വളർത്തിയെടുക്കണം. അതിനാണ് നിങ്ങളെ ശുശ്രൂഷകനാക്കി വിളിച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പദമാണ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തണം. അതാണ് നിങ്ങളുടെ ശുശ്രൂഷ. അതിന് കഴിയുന്നില്ലെങ്കിൽ ചിന്തിക്കണം, എന്നെ ദൈവം വിളിച്ചതാണോ, എന്നെ സംഘടന ആക്കിയതാണോ, ഞാൻ കയറി സ്വയമായതാണോ എന്ന് ചിന്തിച്ച് ഒരു ഉചിതമായ തീരുമാനമെടുത്ത് കട്ടയും പടവും മടക്കി പൊക്കോണം, അല്ലേ? അല്ലാതെ വെറുതെ സമയം മെനക്കെടുത്തരുത്. ജനത്തെ നശിപ്പിച്ച് കളയരുത്. ഞങ്ങളുടെ പട്ടണത്തിൽ 1000 പേരും 2000 പേരും 3000 പേരും 5000 പേരും കേരളം മൊത്തം എടുത്ത് പഠിച്ച 5000 പേര് കൂടി വരുന്ന കൂട്ടായ്മ. ഈ 5000 പേര് എന്തിനാ അവർ കൂട്ടി വരുത്തുന്നത്? എന്തിനാ കൂട്ടി വരുത്തുന്നത് 5000 പേര്? ഇത് പറഞ്ഞേ. സ്തോത്രം. ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ടു. സംഘടന ഏതെന്നോ സ്ഥലം ഏതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു വലിയ ഓഡിറ്റോറിയം അവർ റെൻറ്റിനെടുത്തു. പെർ ഡേ 5 lakhs rupees. ഓഡിറ്റോറിയത്തിന് 5 ലക്ഷം രൂപ. 5 days പ്രോഗ്രാം, 5 ദിവസത്തെ പ്രോഗ്രാമിനാണ് സ്റ്റേഡിയം തിരഞ്ഞെടുത്തത്. അപ്പോൾ എത്രയായി? 25 ലക്ഷം രൂപ റെൻറ്റിന് തന്നെയായി. അവിടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അവർ ടിക്കറ്റ് വെച്ചു. ഒരു ടിക്കറ്റിന് 4000 രൂപ. എങ്ങനെയുണ്ട്?
ഒരു ടിക്കറ്റിന് 4000 രൂപ. അതിൻ്റെ ക്വാണ്ടിറ്റി, ആൾക്കാരുടെ ക്വാണ്ടിറ്റി 1500 പേർക്ക് ഇരിക്കാവുന്ന ഹോളാണ്. 1500 പേർക്ക് ഇരിക്കാം. അപ്പോൾ 1500 ഇൻറ്റു 4000 എത്രയായി? കൂട്ടിക്കോ, കൂട്ടിക്കോ. അവർ സുവിശേഷ പ്രസംഗം വെച്ചിട്ട് 4000 രൂപ റേറ്റ് വെച്ചിരിക്കുക. ഇത് പറഞ്ഞ അച്ചായനോട് ഞാൻ ചോദിച്ചു, അച്ചാ ഈ റേറ്റ് പ്രകാരം 1500 പേര് വന്നു. അയ്യോ, 1500 പേര് തികഞ്ഞു എന്ന്. 4000 രൂപ കൊടുത്ത് 1500 പേര് ആ ഓഡിറ്റോറിയൻ്റെ ഉള്ളത്തിൽ വന്ന് പ്രസംഗം കേൾക്കുക. എന്ത് പ്രസംഗം? അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു എന്ന നിലയിൽ അവിടെ പ്രസംഗം നടക്കുക. ഇതിൻ്റെ ലാഭം ആർക്ക് കിട്ടി? പറഞ്ഞേ, സംഘാടകർക്ക് കിട്ടി. ഇതിൻ്റെ ശാപം ആർക്ക് കിട്ടി? ജനത്തിന് കിട്ടി. നടത്തുന്നവർ ശപിക്കപ്പെട്ടവരാ, പോകുന്നവർ ശപിക്കപ്പെട്ടവരാ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? റേറ്റ് പറഞ്ഞൊരു സുവിശേഷ പ്രസംഗം വയ്ക്കാൻ ഏത് പുസ്തകത്തിലെ വ്യവസ്ഥയെന്ന് എൻ്റെ ചോദ്യം. ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തത്തക്ക നിലയിലാണ് ഇന്ന് ശുശ്രൂഷകൾ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രത്യാശയും കിട്ടത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്ന മുഴുവൻ, നിൻ്റെ സൈക്കിൾ കൊണ്ടുപോകാൻ നിനക്ക് ബൈക്ക് തരാം, നിൻ്റെ ബൈക്ക് കൊണ്ടുപോകാൻ നിനക്ക് കാറ് തരാം, നിൻ്റെ കാറ് കൊണ്ടുപോകാൻ നിനക്ക് ലോറി തരാം, നിൻ്റെ ലോറി മാറ്റി കണ്ടെയ്നർ തരാം, പിന്നെ നിൻ്റെ ചെറ്റക്കൂട് മണിമാളികയാക്കി തരാം. ഇതിനു വേണ്ടി ഒരു സെറ്റ് പാസ്റ്റർമാരും ഒരു ഗ്യാങ് ഉണ്ട്. അവർ തലയറിഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥിക്കാൻ പോകുന്ന വ്യക്തികളുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി കിട്ടി. ഈ നേരത്തെ പറഞ്ഞതെല്ലാം അവർക്ക് കിട്ടി. സ്വർഗരാജ്യം മാത്രം സ്വാഹ. മനസ്സിലായോ? ഞാനിത് നോട്ട് ചെയ്ത് വെച്ച് എഴുതി വെച്ചിട്ടാണ് ഞാനീ പറയുന്ന ഈ കാര്യം, ചുമ്മാ പറയുകയല്ല. ഹല്ലേലൂയ. ഞാനിത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ജനം അനുഗ്രഹം പ്രാപിക്കുന്നു, ജനം ശാപഗ്രസ്തരായി തീരുന്നു. നിങ്ങൾ ചിന്തിക്കേ. സംഘാടകർ ആരാണെന്നും പ്രസ്ഥാനം ആരാണെന്നും ഒന്നും ഞാൻ പറയുന്നില്ല. ആരും ആയിക്കോട്ടെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈ കേരളക്കരയിലെ ജനം മുഴുവൻ കൾട്ടുപദേശികളുടെ പിടിയിൽ അമർന്ന് നിത്യമായ നരകാഗ്നിയിലേക്ക് പോകാൻ ഏറെ സാധ്യതകൾ കാണുന്നു മുൻപിൽ. ഹല്ലേലൂയ. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെന്ന് പറയുന്നവരെയും ഒക്കെയും ഇസ്രയേൽ തകർക്കുന്നതിൻ്റെ കാരണമെന്തെന്ന് ഒരു സഹോദരൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ലോകത്തിൽ നിന്ന് ഭീകരവാദികളെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. നല്ലതല്ലേ? അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഈ ക്രൂരന്മാരായ, നീചന്മാരായ, മനസ്സാക്ഷിയില്ലാത്ത, ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന, കൊതിക്കുന്ന, ആക്രമണവും അനീതിയും എപ്പോഴും സ്വഭാവമാക്കി മാറ്റിയിരിക്കുന്ന ഒരു വർഗമാണ് ഈ ഭീകരവാദികൾ. ഇവർ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം. തുടച്ചു മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കൊണ്ടൊന്നും അറിയത്തില്ല. ഞാൻ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെയൊന്നും തുടച്ചു മാറ്റാനൊന്നും പറ്റത്തില്ല. എവിടെയെങ്കിലുമൊക്കെ കിടന്ന് മുളച്ച് കിളിച്ച് പിന്നെയും വരും ഈ വർഗം. ഇവർ തുടച്ചു മാറ്റപ്പെടുന്നത് ഞാൻ പറയാം, അന്ത്യകാലത്തൊരു മഹായുദ്ധം നടക്കും. അതോടെ ഈ കക്ഷികളെല്ലാം വെന്തമർന്ന് പോകത്തുള്ളൂ, ദുഷ്ടന്മാരെല്ലാം തീരത്തുള്ളൂ. ഈയിടയ്ക്കൊരു പാസ്റ്റർ പറഞ്ഞ്, സ്തോത്രം സ്തോത്രം, ഈ സിനി ഫീൽഡിൽ നടക്കുന്നവരെ കുറിച്ച് സ്തോത്രം ഒരു വലിയ അന്വേഷണം നടത്തണമെന്ന് കേട്ടോ. അവരിലെ തെറ്റുകാരെല്ലാം പിടിച്ചെടുക്കണം. അതിന് അവരൊരു സംഘടന പേര് പറഞ്ഞു, ഞാനതങ്ങ് മറന്നുപോയി. ഇതൊരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. ആ അന്വേഷണം ആത്മീയഗോളത്തിൽ നടത്തണമെന്ന് പുള്ളി പറയാനിടയായി പാസ്റ്റർ. വലിയ വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മാന്യന്മാരോട് പറഞ്ഞു, നമ്മുടെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷണർ വെച്ച് വ്യാജന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവരുമോ? എനിക്കറിയില്ല. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ ദൈവമക്കളെ. ഞാൻ എന്തിനിതൊക്കെ പറയുന്നു? നമ്മുടെ ആത്മീയ ഗോളം വളരെ തകർന്ന് തരിപ്പണമായി കിടക്കുക.
എല്ലാവിധ അശുദ്ധിയും എല്ലാവിധ അനീതിയും ചേക്കേറിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ ആത്മീയ ഗോളം മാറിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ തരുന്നു. ഞാനതങ്ങ് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയാതെ 22-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാകുന്നു. ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും തുറന്നടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുന്ന അതിലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഹല്ലേലൂയ. 6-ാം വാക്യത്തിലേക്ക് ഞാൻ വരിക. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 6-7 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നാം ബലഹീനരായിരിക്കുമ്പോൾ, ആദാമ്യ പാപനിമിത്തം പാപം ചെയ്ത് പാപത്തിന് അടിമകളായി ബലഹീനരായി ഒരു കാരണവശാലും ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ യാതൊരു ബലമില്ലാതെ ബലഹീനന്മാരായി കിടക്കുന്ന സാഹചര്യത്തിലാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതെന്ന് ഓർക്കണം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ഒരു നല്ല മനുഷ്യന് വേണ്ടി രക്തം ചൊരിയാൻ ഇപ്പോഴും സന്നദ്ധരാണ്. യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ നമ്മളൊക്കെ ഒരുക്കുക. കാരണം എന്താ? യേശുക്രിസ്തു പറഞ്ഞ അനുസരിച്ച് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലേ ജീവിക്കും. കർത്താവിന് വേണ്ടി നമ്മൾ മരിക്കാൻ ഒരുക്കമാണ്. ഒരു ഗുണം പിടിക്കാത്തതിന് വേണ്ടി നമ്മൾ മരിക്കും? ഒരിക്കലും മരിക്കില്ല. ഗുണം പിടിക്കാത്ത ആശയത്തിന് വേണ്ടി, ഗുണം പിടിക്കാത്തതിന് വേണ്ടി മരിക്കും. എന്നാൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. രക്തം ചൊരിക്കുന്നവർക്ക് വേണ്ടി പോലും മരിക്കാൻ സന്നദ്ധരാണ്. അക്രമം ചെയ്യുന്നവർക്ക് വേണ്ടി ഹമാസും ഹിസ്ബുള്ളയൊക്കെ അവർ മരിക്കുമ്പോൾ അവർ പറയുന്നത് രക്തസാക്ഷികളാണെന്നാ. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ആരാണ്ടൊക്കെ എഴുതി വച്ചിരിക്കുന്ന തെറ്റായ ആശയങ്ങൾക്ക് വേണ്ടി അവരൊക്കെ മരിച്ച് നിത്യാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മുസൽമാനും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു ജൈനമതക്കാരനും ഒരു ബുദ്ധമതക്കാരനും ഒരു രാജ്യക്കാരനും നശിച്ചു പോകരുത്. എല്ലാവരും രക്ഷപ്പെട്ട് നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചോര ചീന്തുന്നത് ഭക്തിയുടെ മാർഗമല്ല, അത് പൈശാചിക മാർഗമാണ്. വാളെടുത്ത് മതങ്ങൾ സ്ഥാപിച്ചവർ അതേ വാളുകളെടുത്ത് പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ യേശുക്രിസ്തു വാളെടുക്കാതെ സ്നേഹം കൊണ്ട് തൻ്റെ രാജ്യം സ്ഥാപിച്ചു. ആ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ജനകോടികൾ ഇന്ന് ഭൂമിയിലുണ്ട്. എന്താ കാര്യം? ദൈവം സ്നേഹമാകുന്നു. ചോര ചിന്തുന്ന മാർഗം ആത്മീകമല്ല, ദൈവികമല്ല. അത് തികച്ചും പൈശാചികമാണ്, സാത്താന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. നാം അഭക്തരായിരുന്നപ്പോൾ, കൊള്ളരുതാത്തവരായിരുന്നപ്പോൾ, അക്രമികളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. അതവിടെ എഴുതിയിരിക്കുന്നത്. നാം ബലഹീനരായിരുന്നപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കാൽവറി ക്രൂശ് കാണിക്കുന്നത് എന്തിനാണ്? ദൈവസ്നേഹം. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാ മനുഷ്യരിൽ
എന്തു നന്മ കണ്ടു നീ സർവേശ്വര. ദൈവത്തിൻ്റെ സ്നേഹമാണ് കാൽവറി ക്രൂശിൽ കാണുന്നത്. എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞ് കർത്താവ് മരിച്ചു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ അവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തെഫാനോസ് മരിക്കുമ്പോഴും ഇവരുടെ പാപം ഇവർക്ക് വേണ്ടി നിർത്തരുതേ. ശത്രുക്കളിൽ എറിഞ്ഞ മൂർത്ത കല്ലുകൾ കൊണ്ട് പിടഞ്ഞ് ഭക്തൻ മരിക്കുമ്പോഴും ഭക്തൻ്റെ ഉള്ളിൽ നിന്നൊരു രോദനം, ഇവർ ചെയ്ത തെറ്റവരോട് ക്ഷമിക്കണമേ. റോമൻ സാമ്രാജ്യം യഹൂദ പരീക്ഷകളും കർത്താവിനെ കൊന്നപ്പോഴും കുന്തം കൊണ്ട് കുത്തിയപ്പോഴും ക്രൂശിൽ കിടക്കുന്നവനെ പരിഹസിച്ചപ്പോഴും തലയിൽ മുള്ളാണികൾ അടിച്ച് തറച്ചപ്പോഴും മുതുക് പ്രവാചകൻ്റെ ഭാഷയിൽ ഉഴവ് ചാലുപോലെ ഉഴുത് മറിച്ചപ്പോഴും യേശു പറഞ്ഞത്, പിതാവേ നീ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ഭക്തിയുടെ മാർഗം, അതാണ് ക്രിസ്തീയ മാർഗം. ഇന്ന് യഹൂദൻ ചെയ്യുന്ന കൊലയും ഇസ്ലാമികർ ചെയ്യുന്ന കൊലയും അത് ക്രിസ്തു മാർഗമല്ല. അത് ന്യായപ്രമാണത്തിൻ്റെ കൊല്ലുന്ന പ്രമാണമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചു പഠിച്ചോ. ആ കൊല്ലുന്ന പ്രമാണത്തെ കർത്താവ് എന്ത് ചെയ്തു? തിരുത്തി കൈ തന്നു. ഇന്നും അത് പലർക്കും മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ ഇത്രയും വാക്യം കൊണ്ട് മത്തായി 5:21-22 വാക്യം കൊണ്ട് ആര് സ്വർഗത്ത് പോവും? ക്രിസ്ത്യാനി പോവുമോ? മുസൽമാൻ പോകുമോ? യഹൂദൻ പോകുമോ? ആര് പോവും? കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നവൻ. ചോര ചെയ്യുന്ന ക്രിസ്ത്യാനിയും യഹൂദനും ഇസൽമാനും ഒരിക്കലും സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണില്ലെന്ന് ഈ വചനത്തെ ആസ്പദമാക്കി പറയുന്നതിൽ ഒരു മടിയുമില്ല. ന്യായപ്രമാണത്തിലെ കൊള്ളയും കൊള്ളിവയ്പ്പും പകയും വിദ്വേഷവും മനുഷ്യർ തമ്മിൽ കടിച്ചു കീറുന്ന അനുഭവങ്ങളും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6-4 വരെയുള്ള വാക്യങ്ങൾ ശക്തമായി പഠിപ്പിക്കുന്നു. അവിടെ മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ കൊല്ലാൻ പറയുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അരുത്. മോശയുടെ പ്രമാണത്തിൽ ഏതൊക്കെ നിലയിലുള്ള മരണമാണ് അവിടെ അനുശാസിക്കുന്നതെങ്കിലും ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ പറയുന്നു അങ്ങനെ പാടില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു. മോശയുടെ പ്രമാണം തിരുത്തി ക്രിസ്തു തൻ്റെ പുതിയ പ്രമാണം അവിടെ സ്ഥാപിക്കുക. ഇനിയെങ്കിലും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഈ പൊത്തവും ചുവന്നും നടക്കുന്നവർ ഒന്ന് മനസ്സിലാക്കി പ്രസംഗിക്കണമേ എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. സങ്കീർത്തന പുസ്തകത്തിലെ നിന്റെ സന്തതി മുടിഞ്ഞു പോട്ടെ, അവൻ നശിച്ചു പോകട്ടെ, അവൻ്റെ മക്കൾ തെണ്ടി നടക്കട്ടെ, അവൻ്റെ ഭാര്യ മറ്റൊരുത്തരെ മാവ് പൊടിക്കട്ടെ എന്നൊക്കെ 150-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. പ്രമാണം മാറി എന്ന് PM തോമസ് എന്ന് പറഞ്ഞ പാസ്റ്റർ, ഞാനിപ്പോൾ അടിക്കടെ പറഞ്ഞുകൊണ്ട് IPCയിലെ കരുത്തനായൊരു പാസ്റ്റർ, അദ്ദേഹത്തെ പോലെ കൂട്ടിച്ചേർത്ത് പറയാൻ ഇന്ന് ആരും തന്നെ പ്രസ്ഥാനത്തിലില്ല. അദ്ദേഹം PM ജോസഫ് അദ്ദേഹം പറഞ്ഞു, സങ്കീർത്തനം ഉള്ളത് കൊണ്ട് നമ്മുടെ പാസ്റ്റർമാർ രക്ഷപ്പെട്ടിരിക്കുക. സങ്കീർത്തനം ഇല്ലെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പോഹ. എന്താ പറ്റി? ഞാനിവിടെ കൽപ്പിച്ചു നോക്കി പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞതിന് എന്ത് സംഭവിച്ചു? അതല്ലേ നമ്മൾ പ്രസംഗിക്കേണ്ടത്? ഇനിയെങ്കിലും നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മോടുള്ള ആദ്യത്തെ ഏറ്റവും വലിയത് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ്.
പാപികളായ നമ്മെ സ്നേഹിച്ച് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി പാപം കൂടാതെ പ്രത്യക്ഷപ്പെടും. പാപമില്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ആ കൂട്ടത്തിലായി തീരുവാൻ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി പ്രബോധിപ്പിക്കുന്നു. 9-ാം വാക്യം, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ നാം എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നൊരു വാക്യം നമ്മൾ വായിച്ചു. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഇത് റോമാലേഖനത്തിലെ ഒരു സുപ്രധാന പഠനമാണ്. നിർഭാഗ്യവശാൽ ഈ വിഷയം ആരും പ്രസംഗിക്കുന്നില്ല. ചുരുക്കം ചില കർത്താവിൻ്റെ ദാസന്മാർ മാത്രം പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നില്ല? ഇത് പ്രസംഗിക്കാത്തതിൻ്റെ പരാജയം ഇന്നത്തെ ആത്മീയഗോളം അനുഭവിച്ചു കൊണ്ടിരിക്കുക. ദൈവം നീതീകരിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചു കൊണ്ടിരുന്നാലേ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. ഞാനത് നിങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുവരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അടുത്ത്, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. വളരെ സുപ്രധാനമായൊരു വാക്യം. നമ്മളെ തേജസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കർത്താവിനാൽ സംഭവിക്കുന്ന കാര്യമാണ്, കർത്താവ് ചെയ്യുന്നതുമാണ്. അതിൻ്റെ പിന്നിൽ നടുക്കൊരു കാര്യം കിടപ്പുണ്ട്: നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഈ വിശുദ്ധീകരണം എന്നുള്ള വിഷയം ഒരു വിശ്വാസിയുടെ ആയുസ് മുഴുവൻ അവൻ്റെ ഭാഗത്ത് നിന്ന് അവൻ ചെയ്യേണ്ടതാണ്. 6:19 വായിച്ചാൽ, റോമാലേഖനം 6:19 വാക്യം. പോലെ അപ്പോൾ നിൽക്കട്ടെ. മുമ്പ് പാപം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ അവയവങ്ങൾ പഞ്ചേന്ദ്രിയ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുമ്പ് പാപം ചെയ്തുകൊണ്ടിരുന്നു. ഈ അവയവങ്ങളെ ദൈവം നീതീകരിച്ച് നീതിമാനാക്കി തീർത്ത കുറ്റവാളിയായ പ്രതിക്കൂട്ടത്തിൽ നിന്ന് പുറത്തിറക്കി മരണശിക്ഷ നിന്നിൽ നിന്ന് മാറ്റി പകരക്കാരായ യേശുക്രിസ്തു മരിച്ചു. നിൻ്റെ മേൽ ശിക്ഷ അവൻ്റെ മേൽ ചുമത്തി നിന്നെ റിലീസ് ചെയ്തു, വിടുവിച്ചു. ഇന്നത്തെ ഊജാന്താടി വെച്ച പിള്ളേർ പറയുന്ന റിലീസ് എന്ന് പറയുന്ന റിലീസല്ല ഇത്. അത് ചുമ്മാ കിടന്ന് പൊട്ടത്തരം പറയുക. അത് കേട്ട് എൻ്റെ കാത് തഴമ്പിച്ചതാണ്. ദൈവം റിലീസ് ചെയ്തിരിക്കുക നമ്മളെ. എങ്ങനെ? മരണത്തിന് വിധിക്കപ്പെട്ട നമ്മളെ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിലൂടെ പിതാവ് നമ്മെ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത് നീതീകരണം പ്രാപിച്ചവൻ പിന്നെ അടുത്ത് ചെയ്യേണ്ട പടിയാണ് എന്താ? വിശുദ്ധീകരണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഇവിടെ 19-ാം അധ്യായത്തിൽ നേരത്തെ ഇവിടെ വായിച്ച വാക്യം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിങ്ങനെയാണ്: നമ്മുടെ ജഡത്തിൻ്റെ ബലിനിമിത്തം മനുഷ്യരീതിയിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ നിങ്ങളുടെ അവയവങ്ങൾ സ്നാനപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്തു? പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പാപത്തിന് അടിമകളാക്കി സമർപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം? നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ച പോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. അപ്പോൾ വിശുദ്ധീകരണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കണം. അങ്ങനെ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? വിശുദ്ധീകരണം കിട്ടുന്നത്. പറ, അതിനെന്താ ഇത്ര മടി? ഈ വിഷയം എത്രയോ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. എന്തുകൊണ്ടത് മനസ്സിലാകാത്തത്? ഈ സംഭവം കിട്ടിയവർക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ.
ദൈവം നമ്മെ നീതീകരിച്ചു ഓട്ടോമാറ്റിക്കായിട്ട്, ഫ്രീ ആയിട്ട്, ഒരു പണം കൊടുക്കാതെ. നീതീകരണം പ്രാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ധനാഢ്യനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. സ്വോത്രം മനസ്സിലായോ? ഹലോ, നീതീകരണം വിശ്വാസത്താൽ നമുക്ക് കിട്ടുന്നു. പിന്നെ വിശുദ്ധീകരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എങ്ങനെ ഉണ്ടാകണം? ദൈവവചനം അനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതീകരണം കർത്താവ് ഫ്രീ ആയിട്ട് തരുന്നു. വിശുദ്ധീകരണം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യണം. അവസാന ശ്വാസം പോകുന്നവരെയും ഈ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല ആർക്കും. സംശയമുള്ളവർ വിളിച്ച് ചോദിച്ചേക്കണം, എന്താ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതിലൊരു വിശുദ്ധീകരണം പിന്നെയും തരണമെന്ന്. അപ്പോൾ പറഞ്ഞുതരാം. സംശയമുള്ളവരുണ്ടെങ്കിലേ, ദൈവം നീതീകരിക്കുന്നു, വിശുദ്ധീകരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെയുള്ളവരെ തേജസ്കരിക്കുന്നു കർത്താവിൻ്റെ ചുമതല. ഈ കാര്യം മനസ്സിലാക്കാത്തവർ വളരെ ദുഃഖകരമായ അവസ്ഥയിലായിത്തീരുമെന്ന് ഞാൻ പറയുക. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായികൾ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിയണം. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താ എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. കർത്താവ് എന്ന് പറഞ്ഞു, ആര് നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാന ഉപദേശം പാസ്റ്റർമാർ തെറ്റിച്ച് കളയുന്ന പരിപാടിയാണ്. വിശ്വാസികളെ തെറ്റിച്ച് നരകത്തിൽ കൊണ്ടുപോകുന്നത് ശുശ്രൂഷയാണ് നല്ലൊരു ശതമാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായി പറയണേ, ഇത് മനസ്സിലാക്കണം. ഈ പത്യോപദേശം പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറികളുണ്ടാകുക. എന്താ കാരണം? ഞങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ല, ഞങ്ങളുടെ ചെവിയിലോട്ട് ഇതൊന്നും ഓതി തരല്ലേ ഭാഷ എന്നാണ് അവരുടെ ഭാഷ്യം. ഞങ്ങൾക്കിതൊന്നും കേൾക്കാനുള്ള മനസ്സില്ല. ഭാഷ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാൻ ഞങ്ങൾ കേട്ടോളാം. ഇത്രയും ഈ വക കാര്യം ഞങ്ങളോട് പറയരുത്. പിന്നെ നിങ്ങളോട് പറയേണ്ട ആരോടാ പറയേണ്ടത്? കന്യാലികളോട് പറയാൻ പറ്റുമോ? ഇതൊക്കെ മനുഷ്യരോടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വിഷയം വളരെ വിലപ്പെട്ട വിഷയമാണ്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം, യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞതിലൂടെയാണ് നമുക്ക് നീതീകരണം കിട്ടുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ് നമുക്ക് നീതീകരണം കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ നീതീകരണം എന്ന് പറയുമ്പോൾ രക്തത്താലുള്ള നീതീകരണവും ഇതിൻ്റെ ആശയങ്ങളെല്ലാം ഒന്ന് തന്നെ. രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പം അങ്ങനെ നീതീകരിക്കപ്പെട്ടെന്നാണ് കോപത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? രക്ഷപ്പെടുന്നത്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പുവാം, റീകൗൺസിൽഡ്. അപ്പോൾ ഒരു വേറൊരു വിഷയം കരുതും, നിരപ്പ് വന്നു. ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞ് റീകൗൺസിൽഡ് എന്നൊരു വിഷയം വരിക. നിരപ്പ്, ദൈവത്തോട് നിരപ്പ്. അപ്പോൾ ദൈവത്തോട് നേരത്തെ നിരപ്പില്ലേ? ഇല്ല. എങ്ങനെ നിരപ്പ് പോയി? ആദാമ്യ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതിനെയാണ് കാണിക്കുന്നത് നിരപ്പില്ലാതെ ആയിപ്പോയത്. രണ്ട് പല കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോഴേ ഒന്നായിരിക്കുന്നുള്ളൂ. മാറി നിന്നാൽ നിരക്കാതിരിക്കുക എന്ന പോലെ ദൈവവുമായിട്ട് ബന്ധം വിട്ടുപോയി. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതാണ് നീതീകരണവും വിശുദ്ധീകരണവും. നീതീകരിക്കപ്പെട്ട ശേഷം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പോൾ നീതീകരണം പ്രാപിച്ചവൻ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നിരപ്പാകത്തുള്ളൂ. അല്ലെങ്കിൽ ആ നിരപ്പിൽ നിന്ന് അകന്നു പോകും. നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ നാം എത്ര അധികമായി രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. 3 കാലങ്ങൾ. അത്രയുമല്ല, ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണേ,
യേശുക്രിസ്തുവിനാൽ നിരപ്പ് ലഭിച്ചു. ഈ നിരപ്പെന്നുള്ള വിഷയം പഠിക്കണമെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം നമുക്കെടുക്കാം. സ്തോത്രം.